ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മൾക്ക് മുതിർന്നവർക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എഗ്ഗ് നൂഡിൽസ്. നൂഡിൽസ് നമ്മൾ പല വിധത്തിലും ഉണ്ടാക്കാറുണ്ടല്ലേ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് നൂഡിൽസ് വേണേലും എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന നൂഡിൽസ് ഞാൻ മുറിച്ച ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കറിയാം അതിനകത്ത് മസാലകളൊക്കെ ഉണ്ടാകും. ആ മസാല ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ അതിലുള്ള നൂഡിൽസ് എല്ലാം തന്നെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി നമുക്ക് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാന് അടുപ്പയിലേക്ക് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നൂഡിൽസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ 1 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. കാരണം ചില നൂഡിൽസിലൊക്കെ ഉപ്പുണ്ടാകാറുണ്ട്, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം. ഇപ്പോൾ 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി ആ ഉപ്പൊക്കെ ഒന്ന് ലയിപ്പിച്ചെടുക്കാം ആ വെള്ളത്തിൽ. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഏതെങ്കിലും എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയെക്കാട്ടി നല്ലത് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂണേ ഒഴിച്ചു കൊടുത്തുള്ളൂ വെളിച്ചെണ്ണ. അതിനുശേഷം ഞാൻ അതിലുണ്ടായിരുന്ന ആ മസാല 4 കവർ മസാല അതിനകത്ത് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ 2 കവർ പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. മസാല ഇതുപോലെ ഇടാൻ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ബാക്കി 2 പാക്കറ്റ് മസാല ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ആ മസാലകളെല്ലാം ആ വെള്ളത്തിൽ ഇട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് പൊട്ടിച്ച് വെച്ച ആ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് വെള്ളത്തിനകത്ത് തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഇത് ഊറ്റിയെടുക്കാം നൂഡിൽസ്. ഇപ്പം ഞാൻ ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ, 1 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അതിൽ ഈ നൂഡിൽസ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അത് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്, അത് വറ്റിച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ ആ നൂഡിൽസ് മുഴുവൻ അതിലേക്ക് ഇട്ടു. അതിന് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നമുക്ക്. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി നമ്മളുടെ നൂഡിൽസൊക്കെ വെന്ത് വരുന്നുണ്ട്. ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം അധികം ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ ഉള്ള വെള്ളത്തിൽ കിടന്ന് നമ്മളുടെ നൂഡിൽസ് വെന്ത് കിട്ടണം. അതോടൊപ്പം തന്നെ ആ മസാലകളൊക്കെ ആ നൂഡിൽസിൽ പിടിക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് തന്നെ എല്ലാ നൂഡിൽസും ഒന്ന് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തു. ഇപ്പം നമ്മുടെ നൂഡിൽസ് ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നൂഡിൽസ് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കിടന്ന് നമ്മുടെ നൂഡിൽസ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതുകൊണ്ട് നമ്മുടെ നൂഡിൽസ് വെന്ത് വരുന്നുണ്ട്. ഇപ്പം എല്ലാം ഒന്ന് മറിച്ചിട്ടു. എന്നിട്ട് ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഞെക്കി അമർത്തി ആ വെള്ളത്തിലേക്ക് ഒന്ന് കുതിർത്ത് അതിനുശേഷം ഒരു 2 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ചു. ഇപ്പം നമ്മുടെ നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ നൂഡിൽസ്. ഇപ്പം നൂഡിൽസൊക്കെ വെന്ത് ഒരു ലേശം വെള്ളം കൂടിയേ ഉള്ളൂ, അതും കൂടി നമുക്ക് വറ്റിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ബാക്കിയുള്ള ആ സ്വല്പം വെള്ളം അതിൽ കിടക്കുന്നത് അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ നമ്മളുടെ നൂഡിൽസിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. വെള്ളം നിശേഷം വറ്റി കഴിയുമ്പോഴാണല്ലോ നമ്മളിട്ട ഉപ്പും അതുപോലെ തന്നെ മസാലകളും ഒക്കെ ആ നൂഡിൽസിൽ നന്നായിട്ട് നമുക്ക് പിടിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ ഇളക്കി ഒന്ന് വെള്ളം ഒന്ന് നിരത്തിയൊക്കെ വെച്ച് ആ വെള്ളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്.
ഇപ്പം നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വെന്ത് നമ്മളുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് മൂടി വയ്ക്കാം, അതവിടെ ഇരിക്കട്ടെ. നമ്മൾക്ക് ഒരു 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, 1 കപ്പും എടുത്തിട്ടുണ്ട്. ആ കപ്പിലേക്ക് നമ്മൾക്ക് ആ മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം 2 മുട്ടയും ഞാൻ ആ കപ്പിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതൊരു 1/2 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതും ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കാം. നമ്മളുടെ മുട്ടയ്ക്കകത്ത് ഇതെല്ലാം ഒന്ന് ചേർന്ന് വരണം. അതിനായിട്ട് തന്നെ നന്നായിട്ട് ആ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ചതച്ചിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി അതിലിട്ടു. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയില എന്തോരം ഇടാവോ അത്രയും നല്ലതാണല്ലോ. ഞാനിപ്പോൾ ഒരു കൈപ്പിടി മല്ലിയില കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത്രയും മതി. ഇനി നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി. നമ്മുടെ മുട്ട നന്നായിട്ട് ലയിച്ച് കിട്ടണം. അതോടൊപ്പം തന്നെ നമ്മളിട്ട ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മുട്ടയിൽ ചേർന്ന് ഒന്ന് ലയിച്ച് വരണം. അതിനായിട്ട് തന്നെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു ഞാൻ. അതിനുശേഷം ആ നോൺ സ്റ്റിക്ക് പാനിൽ നിന്നും ഞാൻ ആ നൂഡിൽസ് മാറ്റിയതിന് ശേഷം അത് വൃത്തിയാക്കി വീണ്ടും അടുപ്പയിലേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ എല്ലായിടത്തും ഒന്ന് വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് നമ്മൾക്കതിലേക്ക് പാൻ നന്നായിട്ട് ചൂടായി എണ്ണയും ചൂടായി കഴിയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് നിരത്തി വയ്ക്കാം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലുന്ന വിധത്തിൽ നമ്മളുടെ മുട്ടയുടെ കൂട്ട് എല്ലാ ഭാഗത്തും ചെല്ലുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളുടെ ചൂട് ക്രമീകരിച്ച് വയ്ക്കേണ്ടത്. ആ കപ്പിലുള്ള എല്ലാം നമ്മൾക്ക് സ്പൂൺ കൊണ്ട് വടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനത് മുഴുവനും ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾക്ക് ഒന്ന് ചിറ്റിച്ച് അത് ഒന്ന് അതിൻ്റെ മുട്ടയുടെ ഇല്ലാത്ത ഭാഗത്തൊക്കെ ചെല്ലുവാൻ വേണ്ടി നമുക്കിതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. മുട്ടയാണല്ലോ, അത് ഓടിപ്പൊക്കോളും. അങ്ങനെ ഞാനത് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അത് വേകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ നൂഡിൽസ് ആ മുട്ടയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ആ നൂഡിൽസ് മുഴുവനും നമുക്ക് ഇതുപോലെ ഒന്ന് ആ മുട്ടയുടെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കണം. മുട്ട വേകുന്നതിന് മുമ്പായി മുട്ട വേകുന്നതിന് മുകൾ ഭാഗം വേകുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നാലേ ആ നൂഡിൽസ് ആ മുട്ടയോട് ചേർന്ന് നിൽക്കത്തുള്ളൂ. മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളുടെ ചൂട് ക്രമീകരിച്ച് വയ്ക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ എല്ലായിടത്തും ഒന്ന് നിരത്തിയതിന് ശേഷം നമ്മൾക്ക് ആ സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം.
അപ്പം ആ മുട്ടയോട് ചേർന്ന് നമ്മളുടെ നൂഡിൽസും ഇരുന്നോളും. ഉണ്ടോ? ഇതുപോലെ ഒന്ന് അമർത്തി നമ്മൾക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ സ്റ്റിക്ക് കൊണ്ട്, ഇനി ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് കൈകൊണ്ടാണെങ്കിലും ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. എല്ലാ സ്ഥലത്തും നമ്മളുടെ നൂഡിൽസ് ചെന്നിരിക്കണം. മുട്ടയുടെ മുകളിലെ എല്ലാ ഭാഗത്തും നൂഡിൽസ് ഞാനിപ്പോൾ നിരത്തി അമർത്തിയൊക്കെ വെച്ചു. ശേഷം കുറച്ച് സവോള ഞാൻ അരിഞ്ഞതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ സവോള അരിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞ ടൊമാറ്റോയും ബാക്കിയുണ്ടായിരുന്നു. അരിഞ്ഞ വെച്ച സവോളയുടെ ബാക്കിയും അതുപോലെ തന്നെ ടൊമാറ്റോയുടെ ബാക്കിയും ഒക്കെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നീട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി വേവിച്ചെടുത്തു. ഇപ്പോൾ നമ്മളുടെ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മറിച്ചിടുന്നില്ല. നമ്മൾക്ക് പ്ലേറ്റിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കാം, ഒന്ന് മറിച്ചെടുക്കാം. കണ്ടോ? ഇപ്പം ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ മുട്ട മറുഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ രണ്ടായിട്ട് ഒന്ന് മുറിക്കുകയാണ്. നമ്മളുടെ എഗ് നൂഡിൽസ് രണ്ടായിട്ട് ഇതുപോലെ ഞാനൊന്ന് മുറിച്ചെടുത്തു. കണ്ടോ? എന്നിട്ട് അതുപോലെ ഒന്ന് മടക്കിയെടുത്തു. കണ്ടോ? രണ്ട് ഭാഗവും ഇതുപോലെ മടക്കി വെച്ചു. കണ്ടോ? വളരെ ടേസ്റ്റ് ആയിട്ടുള്ള, വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മളുടെ എഗ് നൂഡിൽസ് ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.